Yeah, good evening. So, okay, today our plan is to have discussion on scope of psychology, defense mechanisms, as well as personality. എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ബട്ട് വിൽ ട്രൈ ടു ഫിനിഷ് അപ്പ് ഇൻ 2 hours. സോ സ്കോപ്പ് ഓഫ് സൈക്കോളജി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. വി ജസ്റ്റ് നീഡ് ടു നോ വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് വി ഷുഡ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് branch. Usually we classify psychology into two aspects, like pure psychology as well as applied psychology. Pure psychology in the sense നമ്മൾ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ്, തിയറീസ്, അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന നോളജ് ബേസിനെ വി ക്യാൻ സൈറ്റ് ആസ് പ്യുവർ സൈക്കോളജി. നമ്മളിപ്പോ നഴ്സിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, ഇപ്പോൾ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യുന്നു. Okay, we can say it as pure psychology. So psychology, pure psychology is a branch which try to enhance the body of knowledge with its principles, theories, and different methods. Okay, so അതിനകത്ത് വരുന്നതാണ് social psychology, cognitive psychology, and developmental psychology, or lifespan psychology. Likewise, applied psychology in its true essence, it's an application of psychological principles. Psychology നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു ആ ഏരിയാസിലെല്ലാം, ആ ഫീൽഡിനെല്ലാം നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ അപ്ലൈഡ് സൈക്കോളജിയുടെ എല്ലാ ഏരിയാസും വി കനോട്ട് ഡിസ്കസ്, ബട്ട് ഇൻ ദി സ്ലൈഡ് ഐ ഹാവ് ട്രൈ ടു ഗിവ് ആൻ ഐഡിയ. ഇതെന്തൊക്കെയാണെന്ന് നമ്മളിപ്പോ വലിയ കാര്യമായിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഗോ ത്രൂ ദ ലിസ്റ്റ്. പ്യൂർ സൈക്കോളജി, സൈക്കോളജി ഡെവലപ്പ്, ജനറൽ സൈക്കോളജി, സാധാരണഗതിയിൽ സൈക്കോളജിയുടെ ജനറൽ പ്രിൻസിപ്പിൾസ്, ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നതും സൈക്കോളജിയുടെ ബേസിക് കൺസ്ട്രക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ജനറൽ സൈക്കോളജി. അബ്നോർമൽ സൈക്കോളജി ഉണ്ട്. നമ്മൾ സൈക്യാട്രിയിൽ പഠിക്കുന്ന പോലെ പേഷ്യൻസിന്റെ ക്ലിനിക്കൽ സൈൻ ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ സിംറ്റമറ്റോളജിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ഏരിയയാണ് അബ്നോർമൽ സൈക്കോളജി. അതും ഒരു ബ്രാഞ്ചാണ് പ്യൂർ സൈക്കോളജിയുടെ. സോഷ്യൽ സൈക്കോളജി, like how human beings interact with others, how is the interaction pattern of human beings in a society, അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് സോഷ്യൽ സൈക്കോളജി. ടീം വർക്ക് എങ്ങനെ പോകുന്നു, ഒരു ടീമിനകത്ത് ഒരാൾ എങ്ങനെ ഒരു ലീഡർഷിപ്പ് കാറ്റഗറിയിലോട്ട് കയറി വരുന്നു. ലൈക്ക് മീൻസ് ഇനി ഫിസിയോളജിക്കൽ സൈക്കോളജി ഉണ്ട്. ആസ് ഐ സെഡ്, ബോഡി ആൻഡ് മൈൻഡ് ഈസ് കണക്റ്റഡ്. ബോഡി ആസ് വെൽ ആസ് ദീസ് അവർ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആർ കണക്റ്റഡ്. സോ സൈക്കോളജിക്കൽ ചേഞ്ചസ് വരുമ്പോൾ ഫിസിയോളജിയിൽ എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് സൈക്കോളജിക്കൽ പോയിന്റ്സിൽ എങ്ങനെ ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ, മൈഗ്രെയിൻ ഉള്ള ആൾ ദേ വിൽ ബി ഈസിലി ഇറിറ്റേറ്റഡ്. സിവിയർ ആയിട്ട് മൈഗ്രെയിൻ ഹെഡേക്ക് നിൽക്കുന്ന ഒരാൾ ചെറിയൊരു കാര്യം മതി, ദേ വിൽ ബി ഗെറ്റിംഗ് ഈസിലി ഇറിറ്റേറ്റഡ്. സോ സൈക്കോളജിക്കലി ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് മേ ബി ഡിഫറെന്റ്. സോ ഹൗ ഫിസിക് ആസ് വെൽ ആസ് സൈക്ക് ഈസ് കണക്റ്റഡ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി സെൻസ് ആണ് പ്യൂർ സൈക്കോളജി. പാരാസൈക്കോളജി, ആഫ്റ്റർ ഡെത്ത്, നിയർ ഡെത്ത്, അതുപോലുള്ള കൺസെപ്റ്റ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊരു സയന്റിഫിക് ബേസ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ പ്യൂർ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് പറയപ്പെടുന്നു. ജിയോ സൈക്കോളജി, ഹൗ ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിഫറെന്റ് ഓൺ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയാസ്. ലാൻഡ്സ്കേപ്പ് മാറുന്നതനുസരിച്ച് ഹ്യൂമൻ ബീയിങ്സിന്റെ സൈക്കോളജിക്കൽ ബിഹേവിയർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള സ്റ്റഡി. അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് അല്ല. ഡെവലപ്മെന്റൽ സൈക്കോളജി, നമ്മൾ പീഡിയാട്രിക്സിലെ മൈൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വലിയൊരു സെറ്റ് പഠിക്കും അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് ഇൻഫന്റ്, നമ്മൾ ജനിച്ചു മുതൽ കുറെ ഒരു പ്രായം വരെ നമ്മൾ കുറെ മൈൽ സ്റ്റോൺസ് വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. സെയിം വേ ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി ഓൾസോ, ആസ് ഏജ് പ്രോഗ്രസസ് ഹൗ ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ചസ്. ഇപ്പോ 0 മുതൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, 2 മുതൽ 4 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, സ്കൂളേഴ്സ് 6 to 12 ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അഡോളസൻസ് 13 to 18 ആ ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ലൈക്ക് വൈസ് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഒരുവിധപ്പെട്ട എല്ലാ എക്സ്പെരിമെന്റ്സും ദേ ഹാവ് സെപ്പറേറ്റ് അണ്ടർ ദി കാറ്റഗറി ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. ഈ പറഞ്ഞ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള എക്സ്പെരിമെന്റ്സ് ആവാം, അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റ് ആവാം. ഓൾ ദോസ് കൺസെപ്റ്റ്സ് കംസ് അണ്ടർ ദിസ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. ഇതിനകത്ത് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനില്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ആ വേർഡ് ഒന്ന് കണക്ട് ചെയ്ത് വായിച്ച് നോക്കുക. വെദർ ഇറ്റ്സ് പ്യുവർ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് ആണോ, അതോ നമ്മൾ എന്തെങ്കിലും തരത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള. ഇപ്പൊ നഴ്സിംഗിൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അപ്ലൈഡ് സൈക്കോളജി, യൂസ് ഓഫ് സൈക്കോളജി ഇൻ നഴ്സിംഗ്. സെയിം വേ ഇതിനകത്തൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്ലൈഡ് സൈക്കോളജി നോക്കിക്കേ, എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ ഫീൽഡിൽ വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആസ് സച്ച് ഒരു ബ്രാഞ്ച് ഉണ്ട് സൈക്കോളജിന്റെ. സോ അത് അപ്ലൈഡ് സൈക്കോളജിയാണ് ടു ഇറ്റ്സ് ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഇനി ക്ലിനിക്കൽ സൈക്കോളജി, സൈക്യാട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ്സുമായിട്ട് കൺസേൺഡ് ആയിട്ട് പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന രീതിയിൽ സൈക്കോളജി ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റഡിയാണ് ക്ലിനിക്കൽ സൈക്കോളജി. അവിടെ ഈ പറഞ്ഞ പേഷ്യൻസിന്റെ സിംറ്റമറ്റോളജി, കൗൺസിലിംഗ്,
തെറാപ്യൂട്ടിക് ആസ്പെക്ട്സ്, ബിഹേവിയർ തെറാപ്പി, കൊഗ്നിറ്റീവ് തെറാപ്പി, അതിനെക്കുറിച്ചുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ബ്രാഞ്ചാണ് ക്ലിനിക്കൽ സൈക്കോളജി. നമ്മൾ ടൂൾ ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നതും ക്ലിനിക്കൽ സൈക്കോളജിയുടെ പാർട്ടാണ്. ഇൻഡസ്ട്രിയൽ സൈക്കോളജി, കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഈ മൈറ്റ് ബി ഹീഡ് ഓഫ് മോട്ടിവേഷൻ ടീം ഒക്കെ കാണും ഓരോ ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിൽ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ലീഡർഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടീം വർക്ക് കുറച്ചുകൂടെ കൊഹസീവായിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റുമാർ പോയി ക്ലാസ് എടുക്കുക, മോട്ടിവേഷൻ ലെക്ചേഴ്സ് ഒക്കെ കൊടുക്കുന്ന സിനാരിയോസ് വരാറുണ്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ലീഗൽ സൈക്കോളജി ഈ കൾപ്രിറ്റ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ട് വരുന്ന ആൾക്കാരുടെയും ആസ് വെൽ ആസ് അക്യൂസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെയും മൈൻഡ് സെറ്റ് ചില സമയത്ത് ആവശ്യം വരാറുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേപ്പ് വിക്ടിം ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ റേപ്പ് ചെയ്ത ഒരാൾ. സോ ഇൻ സം സിറ്റുവേഷൻസ് ലീഗൽ ജൂറിസ്ഡിക്ഷനകത്ത് സൈക്കോളജി സംടൈംസ് വിൽ ബി അപ്ലൈഡ് ഓഫ്. മിലിറ്ററി സൈക്കോളജി നമ്മുടെ ഡിഫൻസസ് തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് കാര്യങ്ങൾ വരുമ്പോൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രമായ ഇഷ്യൂസ് വരുമ്പോഴത്തേന് ചിലപ്പോൾ അവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ മേ ബി എ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരായിരിക്കാം. ദോസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് അത്രത്തോളം അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് അല്ല. പൊളിറ്റിക്കൽ സൈക്കോളജി നമ്മൾ ഈ ഓരോ ഏരിയാസിലെയും റിലീജിയൻ, കാസ്റ്റ്, അതുപോലുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് പ്രൊഡിക്ഷൻസ് നടക്കുന്ന ആൾക്കാർ. സോ ഇതൊക്കെ ഒരു ലീഡേഴ്സിന്റെ കൂടെ കളി. ഇപ്പൊ PM മോദിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹിൽ ബി ഹാവിംഗ് സർട്ടൻ അഡ്വൈസേഴ്സ്. അവിടുത്തെ ഒരു മോബിന്റെ ഫീൽ എങ്ങനെയാണെന്ന്, ഒരു ബിഹേവിയർ എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് വെച്ച് പ്രൊഡിക്ഷൻസും സജഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് വി ക്യാൻ സേ. ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോ റീസെന്റ് ആയിട്ട് UP ഇലക്ഷൻ നടന്നു. സോ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ മോബ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം. അവിടെ കുറച്ചൊരു റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. സോ അവിടെ വർക്ക്ഔട്ട് ആവുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് റിലീജിയസ് കാർഡാണ്. സോ ദേ വിൽ ബി യൂട്ടിലൈസിങ് ഇറ്റ് മച്ച് മോർ. ടെമ്പിളുമായിട്ട് കൺസേൺഡ് ആയിട്ട്, അല്ലെങ്കിൽ റിലീജിയസ് കൺസേൺസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും അവരുടെ ഇലക്ഷൻ റാലീസ് ഒക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം കേരളത്തിലെ സീൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. റിലീജിയസ് ആണ് ഓഫ് കോഴ്സ്, ബട്ട് their way of thinking and behavior is entirely different from North Indian states. ഇത് രണ്ടുമായിരിക്കത്തില്ല ഗോവയിലെ സിനാരിയോ. സോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡി, അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് പൊളിറ്റിക്കൽ സൈക്കോളജിക്കകത്താണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ബാക്കിയെല്ലാം ഇറ്റ്സ് ഇൻഫൻസി ആണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ. അറ്റ്ലീസ്റ്റ് ഈ പ്യൂർ സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. മേ ബി ക്യാൻ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ഇതിൽ ഏതാണ് what you say pure psychology, ഏതാണ് applied psychology. Parapsychology in the sense ma'am, psychology or the psychological study about near death, മരണത്തോട് അടുക്കുമ്പോഴുള്ള ഹ്യൂമൻ ബിഹേവിയർ എന്താണ്, ആഫ്റ്റർ ഡെത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, ഇൻഹെറിറ്റൻസ്, പുനർജന്മം, റീജനറേഷൻ, റീബർത്തുമായിട്ട് കൺസേൺഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് പോകുന്നതാണ് പാരസൈക്കോളജി. പിന്നെ അതുപോലെ ഈ ഭൂതം, പ്രേതം, അതുപോലുള്ള സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് എന്തെങ്കിലും ഉണ്ടോ, ആ നെഗറ്റീവ് വൈബ് എന്തെങ്കിലും എൻവയോൺമെന്റ് ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് പോകുന്നത്. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇച്ചിരിയെങ്കിലും റെലവന്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇപ്പോഴും ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻസ് ആണ്, ഉണ്ടോ ഇല്ലെന്ന് തെളിവില്ലാത്ത കാര്യങ്ങളാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് പോകുന്നൊരു ബ്രാഞ്ചാണ് പാരാസൈക്കോ. ഈ പറഞ്ഞ പല ബ്രാഞ്ചസിനും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബട്ട് സ്റ്റിൽ ബ്രാഞ്ചസ് നിലനിൽക്കുന്നു. നമുക്ക് പേരുകളെന്നെങ്കിലും ഓർത്തു വെക്കുക. Then coming to methods used in psychology, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 മെത്തേഡ്സ് ഇൻ സൈക്കോളജി ഈസ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, സർവേ മെത്തേഡ് ആൻഡ് ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ്. ഇത് കുറേയൊക്കെ റിസർച്ച് ആസ്പെക്ട് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ വരാനുള്ളത്, ഫസ്റ്റ് മെത്തേഡ് യൂസ്ഡ് ഇൻ സ്റ്റഡിയിങ് സൈക്കോളജി, ആദ്യമായിട്ട് ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്. അത് യൂസ് ചെയ്തിരുന്നത് തുടക്കത്തിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിലായിരുന്നു. അതിനകത്ത് ഒരാളുടെ പേര് നമ്മൾ പഠിച്ചു, അനലിറ്റിക്കൽ ഇൻട്രോസ്പെക്ഷൻ വാസ്. These are the methods or techniques which psychology adopts to study about behavior. Usually all these terms are familiar in research aspect, so all these aspects we'll be discussing in detail in research, but still introspection നമ്മൾ എന്താന്ന് പറഞ്ഞു, it's concerned with ourselves and studying about ourselves or looking into ourselves. That's a typical meaning of that. And it's one word aspect la nammal MCQ point of view അറിഞ്ഞിരിക്കേണ്ട കാര്യം, introspection is first used in structuralism and analytical introspection was propagated by Edward Tishner. രണ്ട് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് കൺസേൺഡ് ആണ്. Then second one is observation method. ബിഹേവിയറിനെ ഏറ്റവും നമ്മൾ ഇപ്പോഴും റിസർച്ചിൽ നമ്മുടെ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സിൽ പറയുന്ന 3 മെത്തേഡ്, സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ് ആൻഡ് ബയോഫിസിയോളജിക്കൽ മെഷേഴ്സ്. അതിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടീസ് പോലുള്ള റിസർച്ച് വേരിയബിൾസ് അസസ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ ബിഹേവിയർ എന്ന് പറയുന്നത് ഒബ്സർവബിൾ ആക്ട്സ് ആണ് ഹ്യൂമൻ ബീയിങ്സിന്റെ. സോ ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് എ ലോട്ട് ഇൻ what you say studying psychology.
Observation methods could be of different types, like formal observation and informal observation. Formal means we will be giving prior information that I am going to observe you for this time period. ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് സമയവും സന്ദർഭവും സ്ഥലവും എല്ലാം പറഞ്ഞിട്ട് ഗിവിംഗ് പ്രയർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഒബ്സർവേഷൻ വി ക്യാൻ സേ ഇറ്റ് ആസ് ഫോർമൽ ഇൻഫർമേഷൻ. ചില സിറ്റുവേഷൻസിൽ ഫോർമൽ ഒബ്സർവേഷൻ വേണ്ടി വരാറുണ്ട്, ബട്ട് ഫോർമൽ ഒബ്സർവേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഡ്രോബാക്സ്. കാരണം നമ്മൾ വി വിൽ ബി ആക്ടിങ് ഇൻ ബിറ്റ് മോർ മോഡിഫൈഡ് വേ. ഇപ്പൊ നമ്മളൊരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ഡീലിംഗ് ഇൻ ബിറ്റ് മോർ പോളിഷ്ഡ് വേ, അല്ലേ? So that it has its own drawback. And informal എന്ന് പറയുമ്പോഴത്തേന് we may not be giving the clear cut instructions or the time when we are observing. That's what we call as informal observation. It is sometimes participant observation may be needed. ചിലപ്പോൾ കുട്ടികളോട് കളിച്ചുകൊണ്ട് അവരുടെ പ്ലേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരെങ്ങനെ ബാക്കി കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് we may need to interact with them. അവരുടെ കൂടെ കളിച്ചുകൊണ്ടായിരിക്കും ചില സമയത്ത് നമ്മൾ ഡേറ്റ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് with the help of observation. It's called as participant observation. Non-participants, നമ്മളൊരു third figure ആയിട്ട് മാറി നിന്നുകൊണ്ട് without their knowledge we will be observing. It's called as non-participant observation. Experimental method, of course, we will be studying a lot in research. Experiment എന്താണെന്ന് അറിയാം, we will be having the concept of variables over there. Variables എന്താണെന്ന് അറിയാം, any concept of phenomena which can have multiple values or concepts which can have values varying in group. ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുന്ന കൺസെപ്റ്റ്സിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്തുള്ള 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് മാറ്റം വരുന്ന കാര്യം. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവിംഗ് എ മിക്സഡ് ഗ്രൂപ്പ് ഓഫ് 10 സ്റ്റുഡൻസ്, 5 വിൽ ബി മെയിൽ ആൻഡ് 5 വിൽ ബി ഫീമെയിൽ സപ്പോസ്. സോ ആ ജെൻഡർ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ഈ 5 ആൾക്കാരിലും അവരുടെ പ്ലേസ് ഓഫ് റെസിഡൻസ്, someone will be coming from rural area, someone will be coming from urban area. So place of residence could be a variable. Their height, 10 പേരുടെയും ഹൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഹൈറ്റ് ക്യാൻ ബി ഓൾസോ വേരിയബിൾ. ദെയർ ഏജ്, 10 പേര് ഒരേ ക്ലാസ്സിലാണെങ്കിലും ദെയർ ഏജ് വിൽ ബി സ്പെസിഫിക്കലി ഡിഫറെന്റ്. 18 വയസ്സ് ചില ആൾക്കാർക്ക്, 18 വയസ്സ് ചില ആൾക്കാർക്ക്, 18.25 ചില ആൾക്കാർക്ക്, 18 വയസ്സിന് 1 മാസം. ലൈക്ക് വൈസ് ദാറ്റ് ഓൾസോ വിൽ ബി ഡിഫറെന്റ്. ദെയർ BMI, that value may be different. Their weight, body weight, it also will be different. So these are the common variables which we encounter in our day-to-day research activities. So in experiment, we will be having a concept of independent variable and dependent variable. Of course, നിങ്ങൾ അറിയാനുള്ള കാര്യമാണ്. PG MSc കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ഒരുപാട് ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ട കാര്യമില്ല. സോ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിലാണെങ്കിൽ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാണും. ഓഫ് കോഴ്സ് അത് കാരണം ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഇന്റർവെൻഷൻ എന്നും ട്രീറ്റ്മെന്റ് എന്നും മാനിപ്പുലേഷൻ എന്നൊക്കെ പറയാറുണ്ട്. Dependent variable, the research outcome or the variable which is getting affected by the influence of independent variable. Then socio-demographic variables are there, basic parameters of our study subjects. നമ്മൾ ആരെക്കുറിച്ചാണോ പഠനം നടത്തുന്നത്, ആരിലാണോ നമ്മൾ സ്റ്റഡി നടത്തുന്നത്, അവരുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, അവരുടെ പ്ലേസ് ഓഫ് റെസിഡൻസ്, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, all these things could be socio-demographic variables. Then 2 groups will be there in experimental group. One will be experimental method, one will be experimental group, and other one will is control group. Experiment നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻ കൊടുക്കുന്ന ഗ്രൂപ്പിനെ നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നും കൊടുക്കാതെ കമ്പാരിസൺ ആയിട്ട് വെക്കുന്ന ഗ്രൂപ്പിനെ വിൽ ബി സേയിങ് ഇറ്റ് ആസ് കൺട്രോൾ ഗ്രൂപ്പ് എന്നും പറയാറുണ്ട്. ദീസ് ആർ ദ ബേസിക്സ്. ആൻഡ് സർവേ മെത്തേഡ് ഓഫ് കോഴ്സ് യു ആർ നോയിങ് ഒരു നോൺ എക്സ്പെരിമെന്റൽ ഡേറ്റ റിസർച്ച് ഡിസൈൻ ആണ്. സോ ഏറ്റവും വലിയ സർവേ ഇന്ത്യയിൽ നടക്കുന്നത് സെൻസസ് ആണ്. സോ അവിടെ മാത്രമാണ് സാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത്. യൂഷ്വലി നമ്മൾ ഏത് സ്റ്റഡി എടുത്താലും വിൽ ബി ഹാവിംഗ് എ സാമ്പിൾ, അല്ലെ? ഒരു പോപ്പുലേഷൻ ഓൾ ടുഗദർ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാറില്ല. വിൽ ബി ടേക്കിംഗ് എ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ഇറ്റ്, വി കോൾ ഇറ്റ് ആസ് സാമ്പിൾ. ആൻഡ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് സാമ്പിൾ ഫ്രം ദാറ്റ് പോപ്പുലേഷൻ is called as sampling. Different techniques we will be adopting. And in census what happens, the population size as well as the sample size is equal. ഇന്ത്യയിൽ ആരെയും വെറുതെ വിടാറില്ല, എല്ലാ പോപ്പുലേഷനിലും നമ്മൾ സർവേ നടത്താറുണ്ട്. സോ സെൻസസ് is a only research scenario where the population size as well as the sample size is usually equal. Then clinical or case study method. So if you are having any kind of rare situations or trichotillomania, hair pulling disorder is present in 2 or 3 students. So this is not that common. Habitual disorder എല്ലാവർക്കും അത്ര കോമൺ ആയിട്ടുള്ള. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ആ കേസുള്ള ആൾക്കാരെ മാത്രം ക്ലബ് ചെയ്ത് നമ്മൾ കേസ് സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കേസിനെ മാത്രം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. It's what we call as clinical or case study method. So these are the common methods which we adopt in psychology. So ഈ കൺസെപ്റ്റ്സ് എല്ലാം വീണ്ടും again റിസർച്ചിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും. We can have discussion at that time. Now we are moving on to defense mechanisms. So defense mechanism already we have said when we discussed about psychoanalytical school of thought, Sigmund Freudന്റെ contribution ആയിട്ട്, contribution in the sense propagate ചെയ്ത ആളായിട്ട്
നമ്മൾ ഡിഫൻസ് മെക്കാനിസം കുറിച്ച് ജസ്റ്റ് അവിടെ നിന്ന് മെൻഷൻ ചെയ്തു. സോ ടുഡേ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് 14-15 ഡിഫൻസ് മെക്കാനിസംസ്. ഡിഫൻസ് മെക്കാനിസംസ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് മെന്റൽ മെക്കാനിസംസ് എന്നും പറയാറുണ്ട്. നമ്മുടെ ഈഗോയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന, നമ്മൾ ഒരു അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്ന ചില മെക്കാനിസംസ്. ഈഗോ ഡിഫൻസ് മെക്കാനിസംസ് ആസ് വെൽ ആസ് മെന്റൽ മെക്കാനിസംസ് ആർ ദ കോമൺ ടേംസ് വി യൂസ് ഫോർ ഡിഫൻസ് മെക്കാനിസം. സോ ഇത് എത്ര പഠിച്ചാലും ചില ആൾക്കാർക്ക് മറന്നുപോകാറുണ്ട്. So always try to correlate with certain examples, then only you'll be able to memorize. And one another difficulty is different textbooks, the definitions for these defense mechanisms are different. ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഒരെണ്ണത്തിനും പറയാറില്ല. ഇപ്പൊ സബ്ലിമേഷന്റെ ഡെഫിനിഷൻ നിങ്ങൾ അഹൂജ് എടുത്ത് നോക്കിയാലും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് സൈക്യാട്രിക് എടുത്ത് നോക്കിയാലും, ഇനി എസ്.കെ. ബാലചന്ദ്രന്റെ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും, the description given for each defense mechanisms will be different. So we have to understand the concept and answer. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമ്പിൾ ആയിരിക്കും തന്നേക്കുന്നത്, വാട്ട് എക്സാക്ട്ലി ഇസ് ദ ഡിഫൻസ് മെക്കാനിസംസ് അപ്ലൈഡ് ഇൻ സിറ്റുവേഷൻ. സോ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം യു ഹാവ് ടു ആൻസർ. So I have just placed certain hypothetical situations. Sometimes you have to present progress card at home with failed marks in multiple subjects. നമ്മളിപ്പോ എക്സാം വലിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ സപ്ലി വന്നു, വീട്ടിൽ എങ്ങനെ അത് പ്രസന്റ് ചെയ്യും? വിൽ ബി സെയിങ് ലൈക്ക് എല്ലാവരും തോറ്റു, ഞാനും തോറ്റു, അല്ലെങ്കിൽ ടീച്ചറിന് എന്നെ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, ദാറ്റ്സ് വൈ ഐ ഫെയിൽഡ് ഇൻ ദ എക്സാം. ആൻഡ് ആൽക്കഹോളിക് ഇഫ് ആസ്ക്ഡ് അബൌട്ട് ഹിസ് ക്രോണിക് ഡ്രിങ്കിങ് പാറ്റേൺ, വാട്ട് വിൽ ബി ഹിസ് റെസ്പോൺസ്? സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളോട് നമ്മൾ മദ്യപാന ശീലത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുള്ളൂ, ഇല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോഴേ കഴിക്കാറുള്ളൂ. That will be the common response. Then you wish to have a romantic relationship in life, but the person denied. നമുക്ക് സീരിയസ് ആയിട്ട് ഒരാളെ ഭയങ്കര താല്പര്യമുണ്ട്, റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോയി ചോദിച്ചു, and she denied all of us. And how we will be dealing with the situation? നമ്മൾ ചിലപ്പോൾ കുറ്റം പറയാൻ തുടങ്ങും, വിചാരിച്ച പോലെ അത്ര സൗന്ദര്യമൊന്നുമില്ല, ഇപ്പോഴാണ് അവൾ നേരെ കണ്ടു തുടങ്ങിയത്, അവളുടെ സ്വഭാവം ശരിയല്ല, like you will be trying to give certain explanations. And one scenario, boss scolded a staff after coming home, he is getting angry upon his wife. A possible scenario. നമ്മൾ മലയാളത്തിൽ അങ്ങാടി തോറ്റിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയാറുണ്ട്. സോ ഓഫീസിലെ ബോസ് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, ആൻഡ് ബോസിനോട് തിരിച്ച് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഹീസ് എ കൈൻഡ് ഓഫ് ഹാർംഫുൾ ഓർ റെസ്പോൺസ്, പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്ന ഒരു പേഴ്സൺ ആണ്. വിൽ ബി ഡിസ്പ്ലേയിങ് ദാറ്റ് ആങ്കർ അപ്പോൺ someone else. Yes, exactly, displacement. So commonly നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സിനാരിയോസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വിൽ ബി ഫോർഗെറ്റ് എ പെയിൻഫുൾ ഇവന്റ് അൺകോൺഷ്യസ്ലി. നമ്മൾ പോലും അറിയാതെ ചില പെയിൻഫുൾ ഇവന്റ്സ് നമ്മൾ മറന്നു പോകാറുണ്ടോ ഇൻ ലൈഫ്? ഓഫ് കോഴ്സ് ഇറ്റ്സ് പോസിബിൾ. So in ego defense mechanism, of course, the name prominent is Sigmund Freud. He is considered to be the father of psychoanalysis, psychosexual development, psychodynamic theory ഒക്കെ അൾട്ടിമേറ്റ്ലി പിതാവ് എന്ന് പറയുന്ന പുള്ളിയാണ്. ഇഡ് ഈഗോ സൂപ്പർ ഈഗോ കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തു. പുള്ളിയുടെ തന്നെയാണ് ഡ്രീം ഇന്റർപ്രിട്ടേഷൻ ആസ് വെൽ ആസ് ഫ്രീ അസോസിയേഷൻ. പിന്നെ കുറച്ചുകൂടെ ഇതിനെ അഡ്വാൻസ് ഫിഗറിലോട്ട് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയത് പുള്ളിയുടെ മകളായിരുന്നു അന്ന ഫ്രോയിഡ്. She was an expert in the field of child psychoanalysis. She tried to give better, more precise explanations for defense mechanisms. She studied about concept of signal anxiety. Signal anxiety is a concept where നമുക്കൊരു ടെൻഷൻ വരുന്ന, നമുക്കൊരു പ്രോബ്ലം വരാൻ പോകുന്ന, സംടൈംസ് വിൽ ബി ഹാവിങ് എ വാട്ട് യു സേ ഇൻസൈറ്റ്, നമ്മൾ ഒരു അറിയാതെ നമുക്ക് ചില സിഗ്നൽസ് കിട്ടാറുണ്ടെന്ന് പറയുന്നു. ഇറ്റ്സ് വാട്ട് ഹി സെഡ് അബൌട്ട് സിഗ്നൽ ആൻസൈറ്റി. ആൻഡ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് മെന്റൽ മെക്കാനിസം എന്ന് പറയുന്നു. See, usually defense mechanisms are classified into 4 categories. ഇത് BSc പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു 4 കാറ്റഗറിയിലല്ല പഠിക്കാറുള്ളത്. യൂഷ്വലി തേർഡ് ഇയർ വരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മളത് ഈ കാറ്റഗറി ആക്കി പഠിക്കാറുണ്ട്. നാർസിസ്റ്റിക് ഡിഫൻസസ്, ഇമ്മച്വർ ഡിഫൻസസ്, മെച്വർ ഡിഫൻസസ് ആൻഡ് ന്യൂറോട്ടിക് ഡിഫൻസസ്. നമ്മൾ PSc എക്സാമിന് ഈ ഡിഫൻസ് മെക്കാനിസം ഇതിൽ ഏത് കാറ്റഗറിയാണെന്ന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് എ ബിറ്റ് മോർ കൈൻഡ് ഓഫ് എന്തുവാ, നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ ഡിഫൻസ് മെക്കാനിസംസ് പഠിക്കുമ്പോൾ പറയുന്ന കാറ്റഗറിയാണ്. ബട്ട് ഇൻ തേർഡ് ഇയർ സൈക്യാട്രി, in Neeraj Ahuja textbook, it has been given in such a way. And defense immature ഏതൊക്കെയാണ്, മെച്യൂർ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. You will go one by one. Narcissistic defenses എന്ന് പറയുന്നത് it's usually seen in children as well as psychologically disturbed adults. അഡൾട്ട്സിൽ കാണുന്നതാണ്, സൈക്കോളജി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അഡൾട്ട്സിൽ കാണുന്നതാണ്, ആസ് വെൽ ആസ് ഇൻ ചിൽഡ്രൻ. സോ ഇത് സൈക്കോളജി ഡിസ്റ്റർബ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ ഡിഫൻസസ് അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് കൺസേൺ. സോ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിസത്തിനകത്ത് വരുന്നൊരു ഡിഫൻസ് മെക്കാനിസം ഡിനൈൽ. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യും. സോ ഡിനൈൽ എന്ന് പറയുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഫൻസ് മെക്കാനിസം അല്ല.